43-ാം ശ്ലോകം കാണാം. അപ്പോൾ ഗുരുവിനെ സമീപിക്കുന്ന ശിഷ്യന്റെ മനസ്സിഭാവം കണ്ട് നമ്മൾ അങ്ങനെ വിവേക വൈരാഗ്യാദി സമ്പന്നനായി തീവ്ര മോക്ഷേച്ഛയോട് ഗുരുനാഥനെ സമീപിച്ച ആ ശിഷ്യന് കൃപയോടുകൂടി ആദ്യം തന്നെ അഭയപ്രദാനം കാരുണ്യ ദൃഷ്ടി വർഷിച്ചുകൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. അതിനുശേഷം തത്വോപദേശം ചെയ്യണം ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. മഹാത്മാക്കൾ ചെയ്തിരിക്കും, അർഹതയുള്ള ശിഷ്യൻ വന്നാൽ ചെയ്യും എന്ന് പറഞ്ഞു. ആ ഗുരു എങ്ങനെ ശിഷ്യനെ സമാധാനിപ്പിക്കുന്നു എന്നാണ് ഇനി പറയുന്നത്. അതൊക്കെ മനോഹരമായ നാടകീയമായിട്ട് നമുക്ക് അവതരിപ്പിക്കുക. ഹലോ ആചാര്യസ്വാമികൾ. 43-ാം ശ്ലോകം. ശ്രീ ഗുരുരുവാച മാ ഭൈഷ്ടവിദ്വൻ തവ നാസ്ത്യപായഃ സംസാര സിന്ധോസ്തരണേസ്ത്യുപായഃ യേനൈവ യാതാ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. മാ ഭൈഷ്ടവിദ്വൻ തവ നാസ്ത്യപായഃ സംസാര സിന്ധോസ്തരണേസ്ത്യുപായഃ യേനൈവ യാതാ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. ശ്രീ ഗുരു ഉവാച. ഗുരു മറുപടി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശിഷ്യനോട് ഗുരു പറയാ, ഏ വിദ്വൻ മാ ഭൈഷ്ട, ഏ വിദ്വാനായവനെ നീ ഭയപ്പെടണ്ട. ഡോണ്ട് വറി. ആണ് അഭയപ്രദാനം. ഒട്ടും നീ പരിഭ്രമിക്കണ്ട. തവ അപായഃ നാസ്തി, നിനക്ക് യാതൊരു അപായവും സംഭവിക്കില്ല, നിനക്ക് നാശം സംഭവിക്കില്ല. സംസാര സിന്ധോഹ തരണേ, ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്യാൻ ഉപായഃ അസ്തി, ഉപായുണ്ട്. ഇതാണല്ലോ ശിഷ്യൻ ചോദിച്ചത്. കഥമോസ്തി ഉപായഃ, എന്തെങ്കിലും ഉപായമുണ്ടോ ഈ ഭവസിന്ധുവിനെ തരണം ചെയ്യാൻ? ഉപായഃ അസ്തി, ഉപായുണ്ട്. അതുകൊണ്ട് നീ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് യാതൊരു അപകടവും വരില്ല, നിനക്ക് ഒരു നാശവും വരില്ല. അതാണ് ഉപദേശം കൊടുക്കണം. ആദ്യം ഇങ്ങനെ സമാധാനിപ്പിക്കല. ഏതാണ് ആ ഉപായം? ഏനൈവ യാതാ യതയോസ്യ പാരം. ഏതൊരു മാർഗത്തിലൂടെയാണോ പൂർവികന്മാരായിട്ടുള്ള ഋഷിമാര് ഈ സംസാരത്തിന്റെ അസ്യ പാരം യാതഃ, ഈ ഇതിന്റെ ഈ സംസാര സമുദ്രത്തിന്റെ മറുകര കണ്ടത്, മറുകരയെ എത്തിച്ചേർന്നത്, തമേവ മാർഗം, അവര് പോയ ആ മാർഗത്തെ തന്നെ, വഴി തന്നെ, തവ നിർദ്ദിശാമി, നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം ശിഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാ, നീ ഒരിക്കലും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഗതി എന്താവും? ഇത് കടക്കാനുള്ള വഴിയുണ്ടോ? അതോ ഈ സംസാര സുഖങ്ങൾ സമുദ്രത്തിൽ ഞാൻ മുങ്ങിച്ചാവുമോ എന്നൊക്കെ പരിഭ്രമിച്ചില്ലേ? ഒന്നും വരാൻ പോണില്ല നിനക്ക്. നീ ഒട്ടും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. വഴിയുണ്ട്. ഈ ദുഃഖങ്ങൾക്കൊക്കെ മോചനം ഉണ്ടാവും. അതിനുള്ള മാർഗമുണ്ട്. എത്രയോ ആൾക്കാര് ഈ സംസാരത്തെ കടന്നുണ്ട് കുട്ടി. അവര് എത്രയോ പൂർവന്മാരായ ആൾക്കാര്, ആ പൂർവന്മാര് പോയ വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ കോൺഫിഡൻസോടെ പറയുമ്പോൾ ഞാനും ഈ വഴി ഉപയോഗിച്ച്, പൂർവന്മാരുടെ വഴി ഉപയോഗിച്ച് കടന്നവനാണ്. മനസ്സിലായോ? അതുകൊണ്ട് ധൈര്യത്തോടു കൂടി പറയാണ് ഗുരുനാഥന് ശിഷ്യന് അഭയം സമാധാനം കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ വിദ്വൻ ശിഷ്യനെ പറയുന്നു. ശിഷ്യൻ ഇപ്പൊ വിദ്വാനായോ? ഗുരു വിദ്വാൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, ശാസ്ത്രമൊക്കെ ശരിയാണ്, പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇവിടെ തൽക്കാലം വിദ്വൻ എന്ന് പറയണ്ടെങ്കിൽ എന്താ അർത്ഥം? ബുദ്ധിമാൻ എന്നർത്ഥം. ഇവിടെ വിദ്വൻ എന്നുള്ളതിന് വൈസ് മാൻ, വൈസ് പേഴ്സൺ. എന്താണ് ഇവിടുത്തെ ഈ ശിഷ്യന്റെ ബുദ്ധിമത്വം? വിസ്റ്റം എന്താ? ശിഷ്യൻ ഇത്രത്തോളം ബോധ്യമൊന്നുമില്ല. അതായത് എന്തുകൊണ്ട് ശിഷ്യൻ ഈ ഗുരുവിനെ സമീപിച്ചു? ഈ ലോകത്തിലുള്ള ഒരു വസ്തുക്കൾക്കും എന്റെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ കഴിയില്ല, എനിക്ക് ശാശ്വതമായ ശാന്തി സുഖ സമാധാനങ്ങൾ തരാൻ കഴിയില്ല എന്നുള്ളതായ തിരിച്ചറിവുണ്ടായില്ലേ? അതുകൊണ്ടാവും വിദ്വാന. മനസ്സിലായോ? അർജുനൻ പറയണില്ലേ കൃഷ്ണനോട്, ഈ 3 ലോകത്തിലെയും ത്രൈലോക്യ ലോകസ്യ ഹേതോ കിന്നു മഹീകൃതയും, ഈ ഭൂമി കിട്ടുന്ന ശത്രുക്കളില്ലാത്ത ഈ രാജ്യവും സുഖഭോഗങ്ങളും കിട്ടിയാലൊന്നും യക്ഷോഷം ഇന്ദ്രിയാണാം, എന്നെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും ചുട്ട് നയിറ്റുന്ന ആ ദുഃഖങ്ങളിൽ നിന്ന് മോചനമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണില്ല കൃഷ്ണ. ത്രൈലോക്യ രാജ്യസ്യ ഹേതോഹോ, ഈ ത്രൈലോക്യാധിപത്യം സ്വർണത്താലത്തിലാക്കി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ പോലും എന്നെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വ്യഥ, ഈ ദുഃഖം, ഈ ക്ലേശത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടില്ല. 3
ഇന്ന് ലോകത്തിന്റെ ആധിപത്യം കൊണ്ട് പോലും കിട്ടിയിട്ട് പിന്നെയാണോ ഈ ഒരു രാജ്യം കിട്ടിയാൽ അതിലൂടെ ഈ ലോകത്തിൻ്റെയും ലോക വസ്തുക്കളുടെയും പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഭോഗത്തിൻ്റെയും ഒക്കെ പരിമിതി നല്ലോണം ബോധ്യപ്പെട്ടു. ഇങ്ങനെ ബോധ്യപ്പെട്ട ആളാണ് അന്വേഷകനായിട്ട് സത്യം അറിയാൻ വേണ്ടി ഗുരുവിൻ്റെ അടുത്ത് പോട്ടതേ. അപ്പൊ ഈ വാക്ക് അതുകൊണ്ടാണ് ശിഷ്യനെ ഇവിടെ വിദ്വാൻ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? യഥാർത്ഥ വിദ്വാനാവണ ഗുരുപദേശം കൊണ്ടാണ്. അവിടെ ശിഷ്യന് ആശ്വാസം കൊടുത്തു. മാ ഭയത്ത, നീ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നീ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് യാതൊരു നാശവും സംഭവിക്കാൻ പോകുന്നില്ല. സംസാരത്തെ കടക്കാൻ, ദുഃഖത്തെ ഇല്ലാണ്ടാക്കാനുള്ള മാർഗമുണ്ട്. അത് വെറും തിയറിയാണോ? അല്ല. അത് ഓരോരുത്തരും പരിശീലിച്ച് ആ സത്യം കണ്ടെത്തി സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം നേടിയവരാണ്. ഈ സംസാര സമുദ്രത്തെ അക്കരെ കടക്കാൻ പൂർവന്മാരായ ആൾക്കാര് ഏതൊരു മാർഗമാണോ ഉപയോഗിച്ചത് ആ വഴി നിനക്കും ഞാൻ പറഞ്ഞുതരാം. ഇതുകൊണ്ട് എന്താ സൂചിപ്പിക്കണത്? ഇത് ഒരു പുതിയ വഴിയല്ല എന്ന് കാണിക്കാം. വളരെ പ്രധാനപ്പെട്ടതാ. ഇപ്പൊ ഞാനായിട്ടുണ്ടാക്കിയ പുതിയ മെത്തേഡുകളാണ് പുതിയ മോഡേൺ കാലത്തെ ഗുരുക്കന്മാർ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? എന്റെ ഒറിജിനൽ തിങ്കിങ് എന്നാണ് പറയുന്നത്. ഒറിജിനൽ തിങ്കിങ് ഇല്ല. മനസ്സിലായോ? നോവൽ പാത്ത്, നോ ന്യൂ പാത്ത്, ദ ഗുഡ് ഓൾഡൻ പാത്ത്. മനസ്സിലായോ? ഇപ്പൊ വെട്ടിയ റോഡ് കുറച്ച് കഴിയുമ്പോഴേക്കും കൊണ്ടും കൂടിയാൽ നമുക്കറിയാലേ. എന്നാൽ പഴയ നാട്ടിൻപുറത്തെ റോഡ് നോക്കൂ, അതൊരിക്കൽ നല്ലോണം ടാർ ചെയ്ത് എത്രയോ കാലം സുഖമായിട്ട് ഉപയോഗിക്കാം അല്ലേ. അത് ഓടി 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 പദം വന്നതാ. മനസ്സിലായില്ലേ? അതാണ് പൂർവന്മാരായ ഋഷീശ്വരന്മാര് ഏത് മാർഗത്തിലൂടെയാണോ ഈ സംസാര സാഗരത്തെ തരണം ചെയ്തത് ആ വഴി നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതിലൂടെ നിനക്കും അക്കരയ്ക്ക് കടക്കാം. തവം ആ മാർഗം നിനക്ക് ഞാൻ നിർദ്ദേശിക്കാം. അപ്പൊ ഇവിടെ ചില പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടത്. ശ്ലോകത്തിന്റെ സാമാന്യം അർത്ഥം ഗ്രഹിക്കാൻ മാത്രം പോരാ. ഇവിടെ പറയണത് ആശ്വാസം കൊടുത്തു. രണ്ടാമത് നിനക്ക് അറിയാണ്ട ഇതുവരെ പറഞ്ഞു തരാൻ ഒരാളെ കിട്ടാത്തോണ്ടാ വാസ്തവത്തിൽ ഇങ്ങനെ ഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വഴിയുണ്ട്. മനസ്സിലായോ? വഴിയുണ്ടോന്നല്ലേ ചോദിച്ചത്? അത്തി ഉപായം ഉണ്ടോ ചോദിച്ചു. ഉപായുണ്ട്. പക്ഷെ ഉപായത്തെ പറഞ്ഞു തരാൻ ഭാഗ്യം കൊണ്ടേ എങ്ങനെയുള്ള മഹാത്മാക്കളെ കാണാൻ പറ്റുള്ളൂ. ഭാഗ്യോദയേന ബഹുജന്മ സമാധിതേന സത്സംഗം ലഭതയെന്ന് നാരദ മഹർഷി പോലും പറഞ്ഞു സനൽകുമാരനെ കണ്ടപ്പോ. അല്ലേ? സംസാരമോചനത്തിന് വഴി കാണിച്ചു തരാനുള്ള ഗുരുക്കന്മാരെ കാണാൻ നമുക്ക് ഇത്ര പുണ്യം സുഹൃതം വേണം. അത്രയും എന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ലോ, എൻ്റെ അടുത്തെത്തിയില്ലേ, ഭയപ്പെടണ്ട. ഇനി നിനക്ക് സംസാര സമയത്ത് കഷ്ടപ്പെടേണ്ടി വരില്ല. പൂർവന്മാരായ ആളുകള് കടന്നുപോയതായ മാർഗം തമേവ മാർഗം, ആ മാർഗത്തെ തന്നെ, ആ വഴിയെ തന്നെ നിർദ്ദിശാമി, ഞാൻ നിർദ്ദേശിക്കാം. ഐ വിൽ പോയിന്റ് ഔട്ട് എന്നാ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ മ്യൂളിനെ മാറി. ഗുരുദേവൻ എപ്പോഴും പറയും, ഗുരു വിഷ്ണുവായിട്ട് മൂൾ കഴുതയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് നമ്മളെ അക്കരെ കൊണ്ടുപോയില്ലേ. ഇവിടെ പോകുമ്പോൾ കേദാർനാഥിലൊക്കെ പോകുമ്പോൾ അതിന്റെ പുറത്ത് കയറി പോവാം അല്ലേ. ഇതുമാതിരി ഗുരു തോളി പുറത്ത് കയറ്റിക്കൊണ്ട് ശിഷ്യനെ കൊണ്ട് സംസാര സാഗരം അക്കരെ കൊണ്ടുപോവോ? ഇല്ല. നിർദ്ദിശാമി എന്ന് പറഞ്ഞാൽ ഐ വിൽ ഇൻഡിക്കേറ്റ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഗുരുവിന് ദേശികൻ എന്നൊരു പേര്. ദിശ ടു ഇൻഡിക്കേറ്റ് എന്നാണ്. മനസ്സിലായോ? ചൂണ്ടിക്കാണിക്കുന്നു. ഇതിലെ പൊക്കൊള്ളൂട്ടോ കുട്ടി. എന്താ അതിന്റെ താല്പര്യം? ഗുരുവിന് ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ. ആ വഴിയിലൂടെ നടന്നു പോകേണ്ടത് ശിഷ്യന്റെ ഉത്തരവാദിത്വം. മനസ്സിലായോ? സെൽഫ് എഫർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഞാൻ ഗുരുവിന്റെ അടുത്ത് എത്തി, ഗുരുവിന് സമർപ്പണം ചെയ്തു, ഞാൻ ഗുരു കൊടുക്കും, അങ്ങനെയല്ല. ഗുരു പറയണ മാതിരി ജീവിക്കണം, പ്രവർത്തിക്കണം, സാധന അനുഷ്ഠിക്കണം. മനസ്സിലായോ? ഇത് വളരെ മുഖ്യം. അപ്പൊ നിർദ്ദിശാമി എന്നാ പറഞ്ഞത്. നിന്നെ ഞാൻ കടത്തിത്തരാന്നല്ല പറഞ്ഞത്. നോക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം അല്ലേ. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം ആ വഴി. പൂർവന്മാര് പോയതാണ്, സേഫ് ആയിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് കണ്ണടച്ച് പോവാ നിനക്ക്. രാജവീതിയാണത്, രാജപാതയാണ്. പക്ഷെ ഈ വേണം നടന്നു പോവാൻ എന്ന് സൂചന ഇവിടെ. മനസ്സിലായോ? സ്വപ്രയത്നത്തിന്റെ ആവശ്യകത ഇവിടെ പറയുന്നു എന്നർത്ഥം. പിന്നീട് സൂചിപ്പിക്കണം എന്താ? ഈ ഗുരു താൻ ഉപദേശിക്കുന്ന ആ ഉപദേശത്തിന് പ്രാമാണ്യം ഉണ്ടാവണത്, അതോറിറ്റി ഉണ്ടാവണത് ഇന്നത്തെ മോഡേൺ ഗുരുക്കന്മാർ വിചാരിക്കണ മാതിരി ഞാൻ പുതിയൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്, വന്നോളൂ, നിന്നെ ഞാൻ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ ആൾക്കാരെ കബളിപ്പിക്കുന്ന രീതിയല്ല. പിന്നെയോ
ഇതെന്റെ അല്ല കേട്ടോ, ഇത് നമ്മുടെ പൂർവന്മാര് പറഞ്ഞതാണ് കേട്ടോ. ഇത് ശുശ്രുമപൂർവേഷാം യോനസ്തത്വ്യാദക്ഷിരേ. കെനോപനിഷത്തിൽ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ എന്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ട് എന്റെ ഉപദേശം അല്ല, എന്റെ അഭിപ്രായം അല്ലത്, ഞാൻ ഉണ്ടാക്കിയ വഴിയല്ലത്. ഈ വഴി പൂർവന്മാര് പോയ വഴി അവരെനിക്ക് പറഞ്ഞു തന്നതാണ്. ആ വഴിയിലൂടെ ഞാനും പോയി അവിടെ എത്തി. മനസ്സിലാവുണ്ടോ? ആ അപ്പോ ഒരു സയന്റിസ്റ്റ് വന്ന് ക്ലാസ് എടുക്കുക കുട്ടികൾക്ക്, നിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുട്ടി വിശ്വസിക്കില്ല. ദസ് സൈസ് ഐൻസ്റ്റീൻ, ഐൻസ്റ്റീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രമാണമായില്ലേ? അതാണ്, അത് വളരെ മുഖ്യം. അതുകൊണ്ടാണ് ഭഗവാൻ അവതാര പുരുഷനായ ശ്രീകൃഷ്ണ പോലും ഗീത ഉപദേശിക്കുമ്പോ എന്താ പറയണത്? അർജുനൻ തെറ്റിദ്ധരിക്കും, ആഫ്റ്റർ ഓൾ കൃഷ്ണൻ എന്റെ ബ്രദറിലോൺ, എന്റെ സുഹൃത്താണ് അല്ലെ, ഫ്രണ്ടാണെന്നൊക്കെ. ഏയ് അർജുന, ഇറ്റ് ഈസ് നോട്ട് മൈ മെത്തേഡ്, ഇറ്റ് ഈസ് നോട്ട് മൈ വേ, ഞാൻ ഉണ്ടാക്കിയ വഴിയല്ല. മനസ്സിലായോ? പിന്നെന്താണത്? ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്ര പദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈ ഋഷിഭിഃ ബഹുധാഗീതം. അനേക വേദമന്ത്രങ്ങളിലൂടെ പൂർവന്മാരായ എത്രയോ ഋഷീശ്വരന്മാര് സാക്ഷാത്കരിച്ച സത്യത്തെ, അവരനുഭൂതിയെ അവര് പകർത്തി വെച്ചിരിക്കുന്നതാ. അവര് ആ വേദമന്ത്രങ്ങളിൽ പറഞ്ഞ കാര്യം ഞാൻ പറയണത്. എത്രയോ ഋഷിമാര് പറഞ്ഞിട്ടുണ്ട്. ഛന്ദോഭിർ വിവിധമായ മീറ്ററുകളിലൂടെ, ബ്രഹ്മസൂത്ര പദൈശ്ചൈവ യുക്തി ഭദ്രമായിട്ട് ശാസ്ത്രീയമായ യുക്തികളോടുകൂടി വേദവ്യാസ മഹർഷി ബ്രഹ്മസൂത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞത്. നോക്കണം, കൃഷ്ണൻ പോലും ലോക ഗുരുവാണ് അല്ലേ? കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ കൃഷ്ണൻ പോലും ഗീത ഉപദേശിക്കുമ്പോൾ എന്താ പറയണത്? താൻ ഉപദേശിക്കുന്ന ഉപദേശത്തിന്റെ പ്രാമാണ്യം എന്താണ്? അതോറിറ്റി, ഓതന്റിസിറ്റി ഋഷീശ്വരന്മാരാണ്. അതുമാതിരി വ്യാസനാണ്. പറയണ്ടോ ഇല്ലയോ? ഗുരുദേവനും പറഞ്ഞു, ചിന്മയാന സ്വാമിജി മോഡേൺ ടൈമില് ഈ സന്ദേശത്തെ, വേദാന്ത സന്ദേശത്തെ ലോകത്തിൽ പ്രചരിപ്പിച്ച ഗുരുനാഥൻ പറയും, ഇറ്റ് ഈസ് നോട്ട് ചിന്മയ മെത്തേഡ് എന്ന്. പക്ഷേ ഇതൊക്കെ എല്ലാ ഗുരുക്കന്മാരും നമുക്ക് ഇതേ വാക്കാ പറയണത്, വ്യത്യാസമില്ല. വിവേക ചുണാമണി പറഞ്ഞത് തന്നെ ആര് പറഞ്ഞു? ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അതിനെ ഗുരുദേവനും പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ചിന്മയ മെത്തേഡ്, ഇറ്റ് ഈസ് നമ്മളെ പൂർവന്മാരായ അൻസസ്റ്റേഴ്സ്, പൂർവികന്മാര് പിന്തുടർന്ന വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ എന്താ, പഴയ വീഞ്ഞ്, ഉദാഹരണം മോഡേൺ ടൈമിൽ സ്വാമി പറയാം, പഴയ വീഞ്ഞാണ്, പക്ഷേ ലേബലൊക്കെ ആകർഷകമായിട്ട് മാറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെയുള്ള അട്രാക്റ്റീവായ പുതിയ മോഡലിലല്ലേ ഇപ്പൊ ആർക്ക് അഡ്വർടൈസ്മെന്റ് ടെക്നിക്ക് വ്യത്യാസം ഉണ്ടാവും. കാലാനുസൃതമായിട്ട് ഓരോ മഹാത്മാക്കളും പൂർവന്മാര് പറഞ്ഞ അതേ ജ്ഞാനത്തെ തന്നെയാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. പക്ഷെ അതത് കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ, ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അതാണ് ഒരു ഗുരുദേവൻ ചെയ്തത്, അതാണ് എല്ലാ മഹാത്മാക്കളും ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ടു പോകും, പുതിയ സമൂഹം അതിനെ ബഹിഷ്കരിക്കും. അതാണ് സെമറ്റിക് റിലിജിയന് സംഭവിക്കുന്ന പരിമിതി. എന്താ? ഒരു കാലഘട്ടത്തിന് ഉതകുന്ന രീതിയിൽ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു, ആ പ്രവാചകൻ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞു. പുതിയൊരാളെ അംഗീകരിക്കില്ല. പുതിയൊരാൾ സാക്ഷാത്കാരം നേടിയ ആ മതങ്ങളിലൊക്കെ അവരെ കൊന്നുകളയും. മനസ്സിലായോ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോരുത്തരും സ്വയം പ്രഖ്യാപിക്കപ്പെടുകയാണ്. സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അവരൊക്കെ ഈ ഋഷീശ്വരന്മാരുടെ വാക്കുകൾക്ക് പ്രമാണീഭൂതന്മാരാവുകയാണ്. മനസ്സിലായില്ലേ? അതാ എന്നെന്നും ഭഗവാൻ ഓരോ രൂപത്തിൽ, ആചാര്യന്മാരുടെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്നിട്ടോ ഇത് പറഞ്ഞു തരാൻ പറ്റിയിട്ട്. അതാണ്, അതുകൊണ്ട് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പൂർവന്മാരായ ഋഷിമാര് നടന്നുപോയ ആ മാർഗം, വെൽ ടെസ്റ്റഡ് പാത്ത് എന്ന് പറയാം നമുക്ക്, അല്ലേ? പരീക്ഷിച്ച് നിരീക്ഷിച്ച് അനുഭവിച്ചതായ ആ മാർഗത്തെ ഇവിടെ ഉണ്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. തനിക്ക് ഒന്ന് കിട്ടി, എന്റെ ഗുരുമാരിന്ന് കിട്ടി, എന്റെ ഗുരുവിന്ന് കിട്ടി. ഇങ്ങനെ ഗുരു ശിഷ്യ പരമ്പരയാ ഈ ലോകത്തില് നിലനിന്ന് വരുന്നതായ അനാദികാലം തൊട്ടുള്ള ശിഷ്യ പരമ്പരയിലൂടെ ഈ പ്രാമാണ്യം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. ഇത് സംശയിക്കാൻ അവകാശമില്ല. അതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരണത്. ആത്മസാക്ഷാത്കാരത്തിനുള്ള പാവനമായ ഉപായത്തെ ഇനി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകും. ഹരിയോ.